ഇന്ന് നമുക്ക് മോരുമുളക് ഉണ്ടാക്കാം. നല്ല വെയിലുള്ള സമയങ്ങളിലാണ് ഇത് ഉണ്ടാക്കാൻ നല്ലത്. മോരുമുളക് അല്ലെങ്കിൽ തൈരുമുളകിന് ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഉണ്ടമുളകാണ്. ഞാനിവിടെ ഏകദേശം ഒരു 500ഓളം ഉണ്ടമുളക് എടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് നീളമുള്ള മുളക് കൂടി ചേർത്തിട്ടുണ്ട്. മുളക് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ഓട്ട കുത്തിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് അങ്ങനെ നേരെ തൈരിലേക്ക് ഇട്ടോ അല്ലെങ്കിൽ മോരിലേക്ക് ഇട്ടോ വെക്കാവുന്നതാണ്. ഇവിടെ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് തൈര് ഒഴിക്കുന്നുണ്ട്. ഏകദേശം മുളക് മുങ്ങിക്കിടക്കാവുന്ന പരുവത്തിലുള്ളത് ഒഴിച്ചാൽ മതിയാകും. ഞാനിവിടെ 750ഓളം ഒഴിക്കുന്നുണ്ട്. 1/2 കിലോ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ല പുളിയുള്ള തൈരായിരിക്കണം. ഇവിടെ പുളിയില്ലാത്ത തൈരായതുകൊണ്ട് ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന മോരാണെങ്കിൽ വളരെ നല്ലതാണ്. പുളി ഒഴിച്ചതിന് ശേഷം അല്പം വെള്ളം കൂടി ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് നല്ലപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം. അതായത് മോരിന്റെ ഉപ്പുരസം ഒന്ന് മുന്തി നിൽക്കണം, എന്നാലേ മുളകിലേക്ക് പിടിക്കുകയുള്ളൂ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. തിളയ്ക്കുന്ന സമയത്ത് ഇതിലേക്ക് മുളകിട്ട് ഒന്നുകൂടി നല്ലപോലെ ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ വാങ്ങി വെക്കാം. മുളക് അധികം വെന്ത് പോകരുത്. ഈ പുളി ഇതിലേക്ക് പിടിക്കാനായിട്ടാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. ഇങ്ങനെ തിളപ്പിച്ചിട്ടില്ലെങ്കിൽ വെറുതെ തൈരിലിട്ട് വെച്ചാലും മതിയാകും. ഇനി ഈ മോരിൽ നിന്ന് അല്ലെങ്കിൽ തൈരിൽ നിന്ന് മുളക് മാറ്റി വെക്കുക. അത് നമുക്ക് വെയിലത്ത് കൊണ്ടുപോയിട്ട് പേപ്പറിലോ മുറത്തിലോ ഒക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇവിടെ വളരെ കുറച്ചുള്ളതുകൊണ്ട് ഞാനൊരു പേപ്പറിലാണ് ഇട്ട് ഉണക്കുന്നത്. ബാക്കിയുള്ള തൈര് അങ്ങനെ വെച്ചിരിക്കണം. ഇനി ഇത് ഉണങ്ങുന്ന സമയത്ത് എടുത്ത് വൈകുന്നേരം പിന്നെയും ഇതുപോലെ തൈരിൽ തന്നെ ഇട്ട് വെച്ച് നല്ലപോലെ ഇളക്കി എടുത്ത് അടച്ചു വെക്കുക. ഒരു രാത്രി അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം പിറ്റേ ദിവസവും ഇതുപോലെ വെയിലാവുമ്പോൾ നമ്മൾ ഊറ്റിയ മുളക് ഉണക്കിയെടുക്കുക. പിന്നെ വീണ്ടും ഈ തൈരിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ തൈര് വറ്റുന്ന വരെ നമുക്കിത് ചെയ്തുകൊണ്ടിരിക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ വെള്ള പൊടിയായിട്ട് കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൈരായതുകൊണ്ടാണ്. മോരാണെങ്കിൽ ഇത്ര തന്നെ ഒരു പൊടി ഉണ്ടായിരിക്കുന്നതല്ല. ഇങ്ങനെ ഓരോ ദിവസവും ചെയ്ത് ഈ വെള്ളം വറ്റുന്ന വരെ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ തൈരൊക്കെ നല്ലപോലെ വറ്റി മുളകിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് വറുത്ത് നോക്കാം. ചൂട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഒന്ന് വറുത്ത് കോരി നോക്കാം. വളരെ ക്രിസ്പി ആയതും ടേസ്റ്റ് ഉള്ളതുമായിട്ടുള്ള മോരുമുളക് അല്ലെങ്കിൽ തൈരുമുളക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഈ വേനൽക്കാലത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ചോറിനൊക്കെ കഴിക്കാവുന്നതാണ്. പിന്നെ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരലിലൊക്കെ നമുക്ക് കടുക് വറുക്കുമ്പോഴൊക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല പുളിയുള്ള മോരാണെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് കട്ടത്തൈര് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ചധികം അളവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോസായിട്ട് വരുന്നവരേക്കും ബൈ.